ും നമ്മളെ മദ്രസയിലെ പുസ്തകം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ മുമ്പ് നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഈ ബുക്കാണ്. തഫ്ഹീമു തിലാവ 1-ാം ഭാഗം എങ്ങനെയാണ്, 2-ാം ഭാഗം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇത് മാറി 2-ാം ക്ലാസ്സിലെ ബുക്കുകൾ മാറി, 3-ാം ക്ലാസ്സിലെ ബുക്ക് 4-ലെ ബുക്കും മാറിയിട്ടുണ്ട്. അഖ്ലാഖൊക്കെ പോയിട്ട് ദുറൂസൊക്കെ വന്നിട്ടുണ്ട്. തജ്വീദിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഏതായാലും പുതിയ പുസ്തകം 1-ാം ക്ലാസ്സിൽ വന്നത് നമുക്കൊന്ന് കാണാം. അത് ഇൻഷാ അല്ലാഹ് അത് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇതാണ് 1-ാം ക്ലാസ്സിലെ പുതിയ പുസ്തകം തഫ്ഹീമു തിലാവ. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. മാത്രമല്ല നമ്മളെ വർക്ക് ബുക്ക് ഉണ്ടായിരുന്നു വേറെ, അതൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഫോട്ടോസുകളൊക്കെ കൂടുതലായിട്ട് വന്നു. ഫുള്ള് എന്താണ് കളർഫുള്ള്. മുമ്പത്തേത് കളർ ഉണ്ടെങ്കിലും അതിനേക്കാൾ നല്ലോണം കളറായി വന്നിട്ടുണ്ട്. ഇപ്പം വർക്ക് ബുക്കൊക്കെ ഇതിലുള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇന്നൊക്കെ എല്ലാവരും എന്താണ് പുതിയ യുഗത്തിൽ ജീവിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ എന്ന നിലയ്ക്ക് നമ്മളിതിൽ പാട്ടുകളൊക്കെ വരുമ്പോൾ അവിടെ ഒരു QR കോഡ് ഉണ്ടാകും. അത് സ്കാൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുക, ആ പാട്ട് പാടാൻ കഴിയാത്തവരാണെങ്കിൽ അത് കേട്ട് നമുക്ക് പഠിക്കാം. അങ്ങനെയുള്ളൊരു പുതിയ സംവിധാനം കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 2-ാം ക്ലാസ്സിലെ പുസ്തകത്തിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്, നിസ്കാരം മറ്റൊക്കെ പറയുമ്പോൾ അവിടെ ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്താൽ നിസ്കരിക്കുന്ന രൂപം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ദിക്റുകൾ ചെല്ലേണ്ടത്, ഇതൊക്കെ അതിനൊപ്പം ഒരു വീഡിയോ ഒക്കെ കിട്ടും. ഇങ്ങനെ ഒരു ചെറിയ മാറ്റം കൂടെ ഇതിൽ വരുത്തിയിട്ടുണ്ട്. ഏതായാലും പുസ്തകം ഇതാണ് 1-ാം ക്ലാസ്സിലെ പുസ്തകം. പിന്നെ ഇതിൽ വന്നൊരു വലിയൊരു മാറ്റം എന്താ വെച്ചാൽ, നമുക്കറിയാം നമ്മൾ 1-ാം ക്ലാസ്സിൽ പണ്ടേ പഠിക്കുന്നതാണ് അദബുൻ പാഠം നമ്മൾ പഠിക്കുമ്പോൾ അദബുൻ അത് മര്യാദ, അതിങ്ങനെയാണ് മര്യാദ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതിനൊരു ചിത്രം ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം വന്ന ബുക്കിൽ നമുക്കറിയാം എന്ത്, ഇതിലൊരു ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ ചിത്രം വെച്ചാൽ, ഇതാ നോക്കൂ, അദബുൻ പാഠമാണ് മറിക്കാൻ പോണത്. ഇതാ ഒരു ഉസ്താദ് ക്ലാസ്സിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ എണീറ്റ് നിൽക്കണം. ഇതെന്താണ്, ഒരു അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ചിത്രം കൊടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെയാണ് 1-ാം പാഠം തുടങ്ങുന്നത്. അത് അദബുൻ പാഠം തന്നെയാണ്, പക്ഷേ അത് ചിത്രമൊക്കെ വെച്ച് പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് പിന്നെ ഇതിൽ നമ്മളെ വർക്ക് ബുക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ അക്ഷരങ്ങളും ഇതൊക്കെ വരയ്ക്കാൻ, കുട്ടികളെ എഴുത്തൊക്കെ ഒന്ന് റെഡിയാക്കാൻ, പെൻസിൽ പിടിക്കലും അതുപോലെ തന്നെ പെന്ന് പിടിക്കലൊക്കെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ മാറ്റങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് കളർ കൊടുത്ത് പരിശീലിക്കാനുള്ള സൗകര്യം. അതേപോലെ തന്നെ എന്തുണ്ടാരോ ഇതിൽ, നമ്മൾ ബൈത്തി എന്നൊരു പാട്ടുണ്ടായിരുന്നു 1-ാം ക്ലാസ്സിൽ. അതൊക്കെ മാറി പുതിയൊരു പാട്ടുണ്ട്, ഒരു ദുആ ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ പാട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങും. ഏതായാലും 1-ാം ക്ലാസ്സിൽ ആദ്യത്തെ ബുക്കിലുണ്ടായിരുന്നത് അദബുൻ എന്നാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ ബുക്കും ഇപ്പോഴത്തെ ബുക്കും മാറിയതും ഏതാണ് നിലവിലുള്ളതുമായിട്ടുള്ള ഭാഗങ്ങൾ. 1-ാമത്തെ പാഠം നമുക്കറിയാം അദബുൻ എന്നുള്ളതാണ്. അതിങ്ങനെയാണ് വരുന്നത്. അത് ഉസ്താദ് ക്ലാസ്സിലേക്ക് വരിക, കുട്ടികളെ എണീറ്റ് നിൽക്കുക. മുമ്പത് ചിത്രമില്ലായിരുന്നു. മുമ്പത്തെ പാഠം നമുക്കിവിടെ കൊടുക്കാം. പിന്നെ എന്താണ്, 2-ാമത്തത് ഇബറുൻ എന്നുള്ളതാണ്. അത് മുൻപ് ബുക്കിലും അങ്ങനെ തന്നെയാണ്, ഇബറുൻ എന്നുള്ളത് തന്നെയാണ് ഉണ്ടായിരുന്നത്, സൂചികൾ. അപ്പോൾ ഒന്നുകൂടി ഫോട്ടോസൊക്കെ ഒന്നുകൂടി കളർഫുള്ളായി, ഒന്നുകൂടി ഉഷാറാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഉമ്മുൻ എന്നാണ് പഠിച്ചിരുന്നത് എന്നുള്ളതിന്, അതെന്തായി ഉറബുൻ എന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ മാറ്റങ്ങൾ വെച്ച് നോക്കിയാൽ വേറുണ്ട്. ഇപ്പോൾ ബൈത്തുൻ എന്ന ഒരു പാഠം, അത് നമ്മൾ ഈ കഴിഞ്ഞാൽ പിന്നെ ബാ എന്നാണ് ഇപ്പോൾ പഠിക്കുന്നത്. ആദ്യം മഹ്ദുൻ എന്നാണ് പഠിച്ചിരുന്നത്. ഒരു തൊട്ടിൽ ആട്ടുന്ന പാടൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഏതായാലും ബൈത്തുൻ എന്നുള്ളതായിട്ടുണ്ട്. അത് മുമ്പത്തെ ബുക്കിലും ബൈത്തന്നെ ആയിരുന്നു, പക്ഷേ ഒന്നുകൂടി കളറൊക്കെ കൊടുത്ത് നല്ല ഉഷാറ് വീടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വർക്കുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ദർബൻ അഥവാ ഗേറ്റ് കൊടുത്തിട്ട് നമ്മൾ മുൻപ് ഒരു ബക്കറ്റായിരുന്നു, ദൽവൻ എന്ന് കൊടുത്തൊരു ബക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിലൊക്കെ വർക്കുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ QR കോഡ്. ഇത് നമ്മൾ ഫസ്റ്റ് പാഠം മുതൽ തന്നെ തുടങ്ങും കേട്ടോ. QR കോഡ് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. പുസ്തകം മറിക്കുമ്പോൾ ഇതിൽ നമ്മൾ അദബുൻ പാഠം മറിച്ച് കഴിഞ്ഞാൽ തന്നെ ഉണ്ട്. ഇത് കുറേ പാട്ടുണ്ട് എല്ലാറ്റിലും. അദബുൻ അജലുൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ പലതുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ QR കോഡ് സ്കാൻ ചെയ്ത് മറ്റൊക്കെ ക്ലാസ്സിൽ വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഏതായാലും പിന്നെയുള്ള പാഠം നമ്മൾ തമ്രുൻ. അത് മുൻപ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്, തമ്രുൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാം നെബുത്തുൻ. അത് കഴിഞ്ഞ പാഠത്തിൽ നെബുത്തുൻ ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നുകൂടി കളർ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പഴയ പാഠങ്ങളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. പിന്നെ ലെബിനുൻ, ഇഷ്ടിക, അതൊന്നുകൂടി കളറൊക്കെ കൊടുത്ത് ഉഷാറാക്കിയിട്ടുണ്ട്, വലിപ്പമൊക്കെ വെച്ച് ഇതായിട്ടുണ്ട്. പിന്നെ ഉള്ളത് റജുലുൻ എന്നുള്ളതാണ്. റജുലുൻ അഥവാ നമ്മൾ റുക്കുനുൻ എന്ന് പഠിച്ചതാണ് ഈ റജുലുൻ എന്നായി മാറിയത്. അതേപോലെ തന്നെ നമുക്കറിയാം കൗസുൻ എന്ന് പഠിച്ചിരുന്നു.
അതെന്തായി കെബിദുൻ എന്നായി മാറിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വന്ന വേറൊരു മാറ്റമാണ് എന്ത്, ഒന്ന് കാണിച്ചു തരാം. നമുക്കറിയാം വർദ്ധൻ, അത് മാറ്റമല്ല, അത് ചിത്രം ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ മഹ്ദുൻ എന്ന് പഠിച്ചത് മാറിയിട്ട് മെറുൻ അഥവാ എന്താണ് മാർബിൾ, ഇതെന്തായിട്ടുണ്ട്, അത് കളറാക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും സമക്കുൻ, സബബുൻ പാഠം മാറ്റിയിട്ട് എന്തായി സമക്കുൻ എന്നുള്ളതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നോക്കിയാൽ യദുൻ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ വന്ന വേറൊന്നെന്താ വെച്ചാൽ നമ്മൾ നീട്ടാൻ 3 പാഠങ്ങളിലായിട്ടാണ് പഠിച്ചിരുന്നത്. അഥവാ ബാബുൻ എന്നൊരു പാഠം, എൻ്റെ ഫത്തഹിനെ നീട്ടാനുള്ളത്. അതുപോലെ തന്നെ ബീക്ക് എന്താണ് ജീദുൻ എന്നുണ്ടായിരുന്നു, കൂബുൻ എന്നുണ്ടായിരുന്നു. 3 പാഠമായിരുന്നു. അപ്പോൾ ഒക്കെ കൂടെ ഒന്നിലായിട്ട് നീട്ടാൻ അലിഫ് അതുപോലെ യാ വാവൊക്കെ വെച്ചിട്ട് അഥവാ ലൊമ്മ് ഫത്തഹ് കസറൊക്കെ നീട്ടുന്നത് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇതിൽ ഫനസുൻ ഇങ്ങനെയുള്ള പാഠങ്ങളൊക്കെ ദിക്ക്. അതേപോലെ തന്നെ നമുക്കറിയാം പിന്നെ സ്ട്രോബറി ഷജറത്ത് എന്നുള്ള പാഠം മാറിയിട്ട് എന്തായിട്ടുണ്ട് സ്ട്രോബറിൻ്റെ പാഠമായിട്ടുണ്ട് ഷാ എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് നോക്കിയാൽ പിന്നെ ഇതിൽ കുറേ വർക്കുകളും ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആ ജബൽ എന്നുള്ളത് പോയിട്ടില്ല, ചിത്രമൊക്കെ ഉണ്ട്, പിന്നെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അത്ര തന്നെ. പിന്നെ ഫോൺ കയറിയിട്ടുണ്ട്. ഹജ്മുൻ പാഠം മാറിയിട്ട് എന്തായി ഹാത്തിഫുൻ എന്നാക്കിയിട്ടുണ്ട്. അത് ഒരുപാട് ലാസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട് ഈ പാഠം. മറ്റേ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇങ്ങനെ. പിന്നെ ബോർഡ് പഠിപ്പിക്കുന്നുണ്ട്, സബ്ബൂറത്തുൻ ഷദ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം അതും കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. രണ്ടാം ഭാഗം ഉണ്ടായിരുന്നത് നമുക്കറിയാം ലിവാഉൻ ബുക്ക് എന്ന് പറയും. ആ ലിവാഉൻ ബുക്ക് എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ എന്തായിട്ടുണ്ട് ലിവാഉൻ എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ നല്ല എളുപ്പത്തിൽ കുട്ടികൾക്ക് അബി വ ഉമ്മി എന്നുള്ളതായിട്ടുണ്ട്. എൻ്റെ ഉമ്മ എന്നുള്ള പാഠത്തിലേക്ക്. അപ്പോൾ കുട്ടികൾക്ക് ആ എന്നുള്ളത് അങ്ങനെ ഒന്നുകൂടെ പഠിക്കും. അത് നമ്മൾ ലിവാഉ എന്നാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം സബീബുൻ പഠിച്ചിരുന്നു, അത് മാറിപ്പോൾ എന്തായി ഇപ്പോൾ ജിറാഫിൻ്റെ പാടാക്കി കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വായിക്കണൊക്കെ ക്ലാസ്സുകൾ ഉസ്താദ്മാർ മദ്രസയിൽ പഠിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. പിന്നെ ഹബലുൻ അതേ ക്ലാസ് തന്നെയാണ്, അതേ പാഠം തന്നെ. ആ ഹബലുൻ അതേ കോലത്തിൽ കയർ തന്നെയാണ്, ചെറിയ ചിത്രം മാറി. പിന്നുള്ളത് നമുക്കറിയാം ഖൈലുൻ, ഇതിൽ കുതിരയാണ്. നമ്മൾ മുമ്പെന്താണ് ഖത്മുൻ എന്നുള്ളത് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ സൗറുൻ സല്ലാജത്തുൻ പഠിച്ചിരുന്നു, ആ ഒരു മാറ്റം ഇതിൽ മാറിയിട്ടുണ്ട്. പിന്നുള്ളത് നമുക്കറിയാം ധനബുൻ വാല് നമ്മൾ പശുവിൻ്റെ വാലാണ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ പൂച്ചൻ്റെ വാലായിട്ടുണ്ട്. അതേപോലെ തന്നെ അതൊക്കെ ചെറിയ ചേഞ്ച് കേട്ടോ. പിന്നെ കലമുൻ എന്നുള്ളത് നമ്മളെ പഴയ പുസ്തകത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് തൊബീബുൻ, നമ്മൾ തൊയ്യാറത്തുൻ പഠിച്ചല്ലോ, അത് തൊബീബുൻ നിന്നായിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ലബിയുൻ മിളല്ലത്തുൻ എന്ന് പഠിച്ചത് എന്താണ് നമ്മൾ മാറിയിട്ടുണ്ട്, എന്തായിട്ടുണ്ട് ലബിയുൻ എന്നായിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അയനുൻ അത് പിന്നെ അങ്ങനെ തന്നെ ഉണ്ട്, ചിത്രം കണ്ണിൻ്റെ പാഠം. പിന്നെ നമ്മൾ വൈന് പഠിക്കുന്നത് ഇത് മാറിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഏതായാലും സഹനുൻ പാത്രമൊക്കെ അതേപോലെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ഈ ബുക്ക് നോക്കിയിട്ട് നമുക്ക് പഠിക്കാം. അള്ളാഹു എന്ത് ചെയ്യട്ടെ തൗഫീക്ക് നൽകുമാറാവട്ടെ. പിന്നെ ഇതിൻ്റെ അറബി മലയാളത്തിൻ്റെ ബുക്ക് മാറിയിട്ടുണ്ട്, അതൊന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ ചട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അറബി മലയാളം പുസ്തകത്തിൻ്റെ അതിൽ കൂടുതൽ ഒന്നുമില്ല, അതേപോലെ തന്നെയാണ്. എന്നാലും ഒന്നുകൂടി ചിത്രങ്ങളൊക്കെ കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കളറൊക്കെ ചെറിയ ചേഞ്ചൊക്കെ വരുത്തിയിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അഥവാ തുടക്കത്തിൽ ഇങ്ങനെ എല്ലാ ചിത്രം കൂടെ ഇതിൽ ഒരുമിപ്പിച്ചു. പിന്നെ അതിൻ്റെ ഓരോരോ അക്ഷരങ്ങൾ പിന്നെ മലയാളത്തിൽ തന്നെ വേറെ ഒപ്പം തന്നെ എഴുതി പോന്നിട്ടുണ്ട്. മുമ്പ് അറബി മലയാളം ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു, പിന്നെ അപ്പോൾ അതിൻ്റെ മലയാളങ്ങളോട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് മറിച്ച് കാണിച്ചു തരാം. പിന്നെ ഇങ്ങനെയാണ് പോണത്. അതായത് എല്ലാ പാഠങ്ങളും കുറഞ്ഞ പാഠം ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 1ാം ക്ലാസ് ബുക്ക് ഉള്ളത്. ഇൻഷാ അല്ലാഹ് 2ാം ക്ലാസ് ബുക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.